ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 8 സം സ്പെഷ്യൽ ഫങ്ഷൻസ് ഓഫ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലെജൻഡർ പോളിനോമിയലാണ്. ലെജൻഡർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ an equation is of the form 1 minus x square y double dash minus 2xy dash plus n into n plus 1 y equal to 0. 1 minus x square into y double dash minus 2xy dash plus n into n plus 1 y equal to 0 is called Legendre polynomial. അതായത് നമുക്കതിൻ്റെ സീരീസ് ടാൻ എക്സിൻ്റെ സീരീസൊക്കെ പറയുന്നുണ്ട്. 1 minus x square y double dash minus 2xy dash plus n into n plus 1 y equal to 0 is called Legendre polynomial. Here we convert this into another form, that is t into 1 minus t y double dash plus 1 minus 2t y dash plus n into n plus 1 y equal to 0. എന്താ ചെയ്യുന്നത് വെച്ചാൽ വേരിയബിൾ എക്സിനെ ടിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ടി ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ അതിൻ്റെ ഇത് ഒരു ഗോസ് ഹൈപ്പർ ജോമെട്രിക്കിൻ്റെ ഫോമിൽ വരും. അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? നമുക്കിവിടെ എ ഈക്വൽ ടു മൈനസ് എൻ, ബി ഈക്വൽ ടു എൻ പ്ലസ് 1, സി ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ അതിൻ്റെ സൊല്യൂഷൻ y1 ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എൻ എൻ പ്ലസ് 1 ടി എന്ന് കിട്ടും. ഫസ്റ്റ് സൊല്യൂഷൻ y1. ആൻഡ് സെക്കൻഡ് സൊല്യൂഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്തു? എം ടി ഈക്വൽ ടു 1 മൈനസ് സി, y2 ഈക്വൽ ടു വി y1 ആണ്. അത് വെച്ച് നമ്മൾ സെക്കൻഡ് സൊല്യൂഷൻ കാണും. വി ഡാഷ് യൂസ് ചെയ്ത് സെക്കൻഡ് സൊല്യൂഷൻ വരും. അപ്പോൾ നമ്മളത് വെച്ചിട്ട് y1 സ്ക്വയർ കണ്ട് അതിൻ്റെ സെക്കൻഡ് സൊല്യൂഷൻ എന്ത് വരും? y2 ഈക്വൽ ടു വി ഡാഷ് ഈക്വൽ ടു 1/t പ്ലസ് a1 പ്ലസ് a2t പ്ലസ് എക്സെട്ര വരും. ഇത് നമ്മളത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ v ഈക്വൽ ടു log t പ്ലസ് a1t പ്ലസ് എക്സെട്ര. therefore y2 ഈക്വൽ ടു y1 ഈക്വൽ ടു വി y1 അല്ലേ? y2 ഈക്വൽ ടു വി y1 ആണ്. അപ്പോൾ y2 ഈക്വൽ ടു y1 log t plus a1t plus etc. Therefore the general solution is y equal to c1 y1 plus c2 y2. That is the general solution. y equal to c1 y1 plus c2 y2 is called the general solution. ഇതിൽ y2 എന്ന് പറഞ്ഞാൽ ഇതാണ്, y1 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ ആ പോളിനോമിയൽ, ലെജൻഡർ പോളിനോമിയൽ, the presence of the term log t in y2, it is clear that equation 4 is bounded near t equal to 0. Then first solution x equal to 1, t equal to 0 if and only if c2 equal to 0 വരും അല്ലേ? സെക്കൻഡ് സൊല്യൂഷൻ c2 equal to 0 വരും because t equal to 0. അപ്പോൾ t equal to 0 then c2 equal to 0. അപ്പോൾ സെക്കൻഡ് സൊല്യൂഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, കാരണം c2 0 അല്ലേ. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്? അതിൻ്റെ സൊല്യൂഷനായിട്ട് വരും എഫ് ഓഫ് മൈനസ് എൻ എൻ പ്ലസ് 1/2 1 മൈനസ് എക്സ്. ഇനി പോളിനോമിയൽ, nth ലെജൻഡർ പോളിനോമിയൽ, അത് ഡിനോട്ട് ചെയ്യുക പി എൻ ഓഫ് എക്സ് ആണ്. nth ലെജൻഡർ പോളിനോമിയൽ ഈസ് ഡിനോട്ടഡ് ബൈ പി എൻ ഓഫ് എക്സ്. പി എൻ ഓഫ് എക്സ് ഫസ്റ്റ് നമ്മൾ ആ പി എൻ ഓഫ് എക്സ് എന്താണെന്ന് എഴുതി. പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എൻ എൻ പ്ലസ് 1/2 ഇൻറ്റു 1 മൈനസ് എക്സ്. എക്സ്പാൻഡ് ചെയ്യുക 1 പ്ലസ് മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1/1 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ 1 മൈനസ് എക്സ് ബൈ 2 പ്ലസ് അടുത്ത ടൈം എന്ത് വരും? മൈനസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2/2 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇവിടെ ഈ ടൈം ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ മൈനസ് എൻ ഉണ്ട്, ഇവിടെ 1 മൈനസ് എക്സ് ഉണ്ട്. ഓക്കെ, ഈ 1 മൈനസ് എക്സിനെ നമ്മൾ എക്സ് മൈനസ് 1 എഴുതിയാൽ ഒരു മൈനസ് ഔട്ട് സൈഡ് വരും. ഈ മൈനസ് എന്നിലായി എന്നായിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ടൈം എങ്ങനെ വരും? ആ ടൈം എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ന്യൂമറേറ്ററിൽ അത്രയും വരും. ഓക്കെ, ഇവിടെ 1 ഫാക്ടോറിയൽ 2 ഉണ്ട്. അടുത്ത ടൈമിൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം ആണ്.
ഓക്കെ, അപ്പോൾ നമുക്കത് 1 - x² എന്ന് എഴുതാം. അതുപോലെ -n(n+1) നമ്മൾ രണ്ടിൽ നിന്ന് ഓരോ മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അതെന്തായി മാറും? n(n-1) വരും. n(n-1) ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ ഇതേപോലെ 3 മൈനസ് വരും. 1 - x³ എന്നാണ് വരിക. അപ്പോൾ ആ ഒരു മൈനസ് ക്യാൻസൽ ചെയ്ത് പോകും, എക്സെട്ര. ദെർഫോർ ആ സീരീസ് എന്ത് വരും? 1 + n(n+1/1 ⁴ 2 × x - 1. അടുത്തത് n(n-1) n+1 × n+2/2 factorial whole square 2² × x - 1 whole square. അടുത്ത ടൈം എന്ത് വരും? പ്ലസ് n(n-1 × n-2) n+1 × n+2 × n+3 3 factorial whole square 2³ x - 1³ അങ്ങനെ വരും നെക്സ്റ്റ് ടൈം, എക്സെട്ര. ഇതിൻ്റെ ഫൈനൽ ടൈമാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ്. ഫൈനൽ ടൈം എന്ത് വരും? ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? n മുതൽ അതങ്ങനെ പോയിട്ട് n(n-1) അതങ്ങനെ പോവുകയാണ്. പിന്നെ n+1 n+2 അത് ഏത് വരെ പോകുന്നു? 2n വരെ പോകും. n+1 n+2 എക്സെട്ര അത് ഏത് വരെ പോകും? n+n വരെ പോകും. n+n മീൻസ് 2n ആണ്. അതുപോലെ n(n-1) അതങ്ങനെ കുറഞ്ഞു വരുമല്ലേ, അതങ്ങനെ പോയിട്ട് ഏത് വരെ വരും? 1 വരെ വരും. അപ്പോൾ 1 മുതൽ n+n വരെ ഉണ്ട്. അത് നമുക്കത് എഴുതാം 2n ഫാക്ടോറിയൽ എന്ന് എഴുതാം. ന്യൂമറേറ്റർ 2n ഫാക്ടോറിയൽ. ഡിനോമിനേറ്റർ നോക്കൂ, nth ടൈം വരെയാണ്. അപ്പോൾ n ഫാക്ടോറിയൽ സ്ക്വയർ 2² ആകുമ്പോൾ സെക്കൻഡ് ടൈം. അപ്പോൾ nth ടൈമിൽ 2n x - 1 നോക്കുക. ഇതാണ് ഇതിൻ്റെ nth ടൈം, 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ 2n. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. Pn of x is a polynomial of degree n that contains only even or only odd powers of x. ഈവനോ ഓടോ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് നോക്കിയാൽ തന്നെ അറിയാം x - 1 ആണ്. അതുപോലെ x - 1 പിന്നെ x - 1 ഹോൾ സ്ക്വയർ ഇവിടെ x - 1 അല്ലേ. ഇപ്പോൾ Pn of x നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതർ ഈവൻ ടൈം ഓർ ഓഡ് അങ്ങനെയാണ് അത് വരുന്നത്. നമുക്ക് എക്സാമ്പിൾ വരുന്നുണ്ട്, അപ്പോൾ അത് ക്ലിയർ ആവും നമുക്ക് അത് എങ്ങനെ ഈവൺ ഓഡ് ആവുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ Pn of x ഈക്വൽ ടു ഈ ഫോമിൽ വരികയാണ് an x raised to n an - 1 x raised to n - an - 2 കാരണം ഈവൺ ഓർ ഓഡാണ്. അപ്പോൾ an കഴിഞ്ഞാൽ അടുത്ത് n - 2 പിന്നെ n - 4 പ്ലസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് എന്താണ്? Pn of -1 അത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ 2n. ഓക്കെ, ആ ടൈമാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ റോഡ്രിഗസ് ഫോർമുലയിലേക്ക് വരിക. റോഡ്രിഗസ് ഫോർമുല. അപ്പോൾ റോഡ്രിഗസ് ഫോർമുല നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലെജൻഡർ പോളിനോമിയൽ 1 - x² y - 2xy' പ്ലസ് n(n+1) y = 0 അല്ലേ. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ ഓക്കെ, ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ലെജൻഡർ ടൈമിൽ നിന്ന് മുമ്പ് നമ്മൾ ചെയ്തത് വെച്ചിട്ട് an+2 നമ്മൾ എഴുതിയിട്ടുണ്ട്. an+2 ഈക്വൽ ടു എന്ത് വരും? ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് മൈനസ് ഓഫ് an+2 ഈക്വൽ ടു ഒരു ടൈം നമുക്ക് വരും. ഏതാണ്? മൈനസ് ഓഫ് p - a ഇൻറ്റു p + n+1 ഡിവൈഡഡ് ബൈ എന്ത് വരും? n+2 × n+1 n+2 × n+1 ഇങ്ങനെ ടൈം നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് an+2. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് kth ടൈം എന്ത് വരും? ak ഈക്വൽ ടു മൈനസ് ഓഫ് n - k + 2 n + k - 1 ബൈ k - 1 × k + 2 അല്ലേ. ഓർ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ak + 2 എഴുതുമ്പോൾ ടൈം തിരിച്ചു വരും. ak + 2 ഈക്വൽ ടു k × k - 1 n - k + 2 n + k - 1 ak. ഇനി നമ്മൾ കേക്ക് വാല്യൂ കൊടുക്കുകയാണ്, n - 2 വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേക്ക് നമ്മൾ എന്ത് കിട്ടും? n കൊടുക്കുമ്പോൾ an - 2 കിട്ടും. an - 4 എന്നിന് കേക്ക് n - 2 കൊടുക്കുമ്പോൾ an - 4 കിട്ടും. അപ്പോൾ ടൈംസൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ സെക്കൻഡ് ടൈമിൽ n × n - 1 n - 2 n - 3 എക്സെട്ര പോകുന്നു. ഓക്കെ,
അതങ്ങനെ നമ്മൾ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് പോകുമ്പോൾ അടുത്ത n-6 എന്ത് വരും? അതങ്ങനെ n-5 വരെ വരും. ഡിനോമിനേറ്റർ 2 × 4 × 6 അല്ലേ? 2n-1, 2n-3, 2n-5 അങ്ങനെ ഒരുപാട് ഡിനോമിനേറ്റർ കൂടി ശ്രദ്ധിക്കട്ടോ. ഇതിൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. an-4 2 × 4 an-4 an-2 2 മാത്രമേ ഉള്ളൂ. 2 × 2n-1 ന്യൂമറേറ്റർ n × n-1 n-4 ആയപ്പോൾ 4 ടേമായി ന്യൂമറേറ്ററിൽ n × n-1 n-2 n-3 ഡിനോമിനേറ്ററിലും 4 ടേം 2 × 4 × 2n-1 × 2n-3 ടേം. അപ്പോൾ an-6 നമുക്കറിയാം ന്യൂമറേറ്ററിൽ 6 ടേം വരും, ഡിനോമിനേറ്ററിൽ 2 × 4 × 6 വരും, 2n-1 2n-3 2n-5 എക്സെട്ര n വരും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മളതിങ്ങനെ ചെയ്തു പോവുകയാണ് അല്ലേ. ഇനി നമ്മളെന്ത് ചെയ്യണം? നമ്മളതങ്ങ് ചെയ്തു പോയി അല്ലേ. അപ്പോൾ നമുക്കെന്ത് കിട്ടി? നേരത്തെ പറഞ്ഞ ആ സീരീസില്ലേ, Pn(x) = an(x)(n), an-2, x(n), an-2 എക്സെട്ര. ഇവിടെ നമ്മളിപ്പോൾ an, an-2, an-4 ഇതെല്ലാം കണ്ടു. അതെല്ലാം നമ്മൾ Pn(x)ൽ അപ്ലൈ ചെയ്യണം. Pn(x)ൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ a എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടേമാണ് 2n(n)2 നമ്മളത് അവിടെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? Pn(x) ഇതാണ് ആ ടൈം, a എന്നുള്ള ടൈം 2n(n)2 അത് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇനി എന്ത് വരും? ഫസ്റ്റ് x(n) മൈനസ് n × n-1/2 × 2n-1 x(n-2). നേരത്തെ പറഞ്ഞില്ലേ, സെക്കൻഡ് ടൈം അതാ വരിക. തേർഡ് ടൈമിൽ നമ്മൾ പറഞ്ഞു x(n-4) 4 ടൈം വരും, 2 × 4. ഓക്കെ, എക്സെട്ര. അടുത്ത ടൈമിൽ എന്ത് വരും? 6 ടൈംസ് വരും എക്സെട്ര. അത് മൈനസും പ്ലസും ആൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ എക്സെട്ര പ്ലസ് -1/k n × n-1 എക്സെട്ര n-2k + 1 വരെ വരും. ഡിനോമിനേറ്റർ 2k. അത് kth ടൈമാണ് നമ്മൾ എഴുതുന്നത്. 2n-1 2n-3 2n-2k + 1 x(n-2k) പ്ലസ് എക്സെട്ര. ആ ടൈം കൊണ്ടും പോകണം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് kth ടൈം വരും. ഓക്കെ, ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ ന്യൂമറേറ്റർ നോക്കുക. ഇതിൻ്റെ ന്യൂമറേറ്റർ എന്താണ്? n × n-1 എക്സെട്ര n-2k + 1 വരെ അതുണ്ട്. n-2k + 1. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള ടൈം ഏതാണ്? n-2k അല്ലേ. n-2k ആണ് അതിൻ്റെ താഴെ വരുന്ന ടൈം. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താവും? n-2k - 1 എക്സെട്ര. അത് ഏത് വരെ പോകും? 1 വരെ പോകുക. അപ്പോൾ ആ ടൈം അവിടെ ഇല്ല. ആ ടൈം നമ്മളിത് ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ടൈം നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്താലുള്ള പ്രത്യേകത എന്താണ്? n മുതൽ അതങ്ങനെ ആ സീരീസ് n × n-1 എക്സെട്ര അത് ഏത് വരെ പോകും? 1 വരെ പോകും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിന് എന്ത് എഴുതാം? n(factorial) എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിലവിൽ ന്യൂമറേറ്റർ n(factorial)ന് കുറേ ടൈംസ് കുറവുണ്ട്. ആ ടൈംസ് നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതേപോലെ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിൽ നമുക്കത് 2n(factorial) എന്ന് എഴുതണമെങ്കിൽ കുറേ ടൈം മിസ്സിംഗ് ഉണ്ട് അല്ലേ. 2n(factorial) എഴുതണമെങ്കിൽ 2n-1 വരുള്ളൂ. അപ്പോൾ അവിടെ ഒരു 2n നമുക്ക് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് 2n-1 കഴിഞ്ഞാൽ 2n-2 ഇല്ല, 2n-3 കഴിഞ്ഞാൽ 2n-4 ഇല്ല. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ ചേർക്കണം. അപ്പോൾ ഏതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്? 2n × 2n-2 × 2n-4 × ഡിനോമിനേറ്ററിൻ്റെ കൂടെ നമുക്ക് അത്രയും ടൈംസ് നമ്മൾ ചേർക്കണം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ കുറേ ടൈം നമ്മൾ ചേർക്കുന്നുണ്ട്, താഴെ ഡിനോമിനേറ്ററിൽ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് നമ്മൾ വരുമ്പോൾ അതാണ് ന്യൂമറേറ്റർ നമ്മളിപ്പോൾ എഴുതിയുള്ളത്. ന്യൂമറേറ്റർ എന്ത് ചെയ്യുക? n × n-1 n-2k + 1 നമുക്കിത് n(factorial)/n-2k(factorial). കാരണം ഇവിടെ n-2k + 1 വരെ ഉള്ളൂ. അപ്പോൾ അതങ്ങനെയുള്ള ടേമാണിത് n-2k(factorial) ഡിവൈഡ് ചെയ്തു. അതുപോലെ ഡിനോമിനേറ്റർ നോക്കുക. 2n-2k + 1 2n-2k + 3 അതങ്ങനെ 2n-1 വരെ നമ്മളത് തിരിച്ചെഴുതുക. 2n-1 2n-3 അങ്ങനെ 2n-2k + 1 വരെ ഉള്ളത് kth ടൈമിൽ. അപ്പോൾ നമ്മളിവിടെ 2n ഇല്ല, ഇവിടെ 2n+2 ഇല്ല, നമ്മൾ ചേർത്തു 2n-1 ഇത് 2n-2 നമ്മൾ ചേർത്തു, 2n-3 അതിലുണ്ട് എക്സെട്ര. അതങ്ങനെ നമ്മൾ ചെയ്തു പോയി. ഏതുവരെ? 2n-2k + 1 വരെ. നമ്മൾ ആ ചേർത്ത ടൈം താഴെ ഡിവൈഡ് ചെയ്തു. 2n-2 എക്സെട്ര 2n-2k + 2. ഓക്കെ, ഇനി ആ ടൈമിനെ വീണ്ടും നോക്കുക. ന്യൂമറേറ്റർ 2n(factorial) എഴുതണമെങ്കിൽ ഇവിടുന്നുള്ള ടൈംസ് മിസ്സിംഗ് ആണ് അല്ലേ. ഏത് ടൈംസ് മിസ്സിങ്?
2n minus 2k plus 1 കഴിഞ്ഞാൽ അടുത്ത 2n minus 2k 2n minus 2k minus 1 എക്സെട്രാ ടേംസ് മിസ്സിംഗ് ആണ് 1 വരെ ഉള്ളത്. അതപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2n ഫാക്ടോറിയൽ എഴുതണമെങ്കിൽ അത് 2n minus 2k plus 1 കഴിഞ്ഞാൽ 2n minus 2k മുതലുള്ള ടേം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ടൈം നമ്മൾ ഫാക്ടോറിയൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു 2n minus 2k ഫാക്ടോറിയൽ കൊണ്ട്. ഇവിടെ ഈ ടൈമിനെ നമ്മൾ 2n minus 2k ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് വരും, ന്യൂമറേറ്ററിൽ 2n ഫാക്ടോറിയൽ വരും, ഡിനോമിനേറ്ററിൽ എന്ത് വരും, 2n minus 2k ഫാക്ടോറിയൽ ഇൻറ്റു ഇനി നമുക്കെന്താണ് 1/2 raised to k. നിലവിലുള്ള ടൈമാണ് നമ്മൾ ഇനി പറയുന്നത് 1/2 raised to k. നമ്മളിപ്പോൾ ഇത് ഇവിടെ 2n minus 2k ഫാക്ടോറിയൽ നമ്മൾ ന്യൂമറേറ്ററിലും കൊടുത്തു, ഡിനോമിനേറ്ററിലും കൊടുത്തു. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുക, 2n minus 2 അങ്ങനെ എക്സെട്രാ പോകുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ആര് ഔട്ട് സൈഡ് എടുക്കുക, 2 ഔട്ട് സൈഡ് എടുക്കുക. ശരിയല്ലേ? എല്ലാത്തുനിന്നും ഒരു 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എത്ര 2 ഉണ്ടാവും, 2 raised to k 2s ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം n ആയി, സെക്കൻഡ് ടൈം n minus 1 ആയി, അടുത്ത n minus 2 ആയി, എക്സെട്രാ അതങ്ങനെ n minus k plus 1 വരെ. നമുക്ക് ഇവിടെ n minus k plus 1 വരെ ഉള്ളൂ. ശരിയല്ലേ? ഇനി അതിന് വീണ്ടും നമ്മൾ ചേഞ്ച് ചെയ്തു, ഇവിടെ n minus k plus 1 വരെ ഉള്ളത്, n minus k plus 1 വരെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ n minus k minus 1 എന്ന് പറഞ്ഞാൽ n minus k ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു ഏത് ഡിനോമിനേറ്ററിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് എഴുതാം, n ഫാക്ടോറിയൽ. ഇവിടെ നമ്മൾ എല്ലാത്തും 2 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത് n മാത്രം, അപ്പോൾ n ഫാക്ടോറിയൽ വരും, 2 raised to k വരും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്ത ടൈമുണ്ട് അല്ലേ, ഏതാണ് n minus k ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചെഴുതുമ്പോൾ അതെന്ത് വരും, ന്യൂമറേറ്ററിൽ വരും n minus k ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ എന്ത് വരും ആ ടൈം, ദെർഫോർ ആ ടൈം ഇങ്ങനെ വരും, എങ്ങനെയാണ് 2n ഫാക്ടോറിയൽ n minus k ഫാക്ടോറിയൽ ബൈ 2n minus 2k ഫാക്ടോറിയൽ 2 raised to k n ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇനി നോക്കുക, അങ്ങനെയാണെങ്കിൽ the coefficient of x raised to n minus 2k. ഇനി നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് coefficient of x raised to n minus k. ഇപ്പോൾ ഇത്രയും നമ്മൾ എഴുതിയത് ഏതാണ്, Pn of x ൻ്റെ പോളിനോമിയലാണ്. അപ്പോൾ ഇതിൽ coefficient of n ഈ ടൈം ഇതാ, ഈ ടൈമിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തു അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതിനെ വേറെ ഫോർമാറ്റിലേക്ക് മാറ്റി. അത് ഏതാണ്, അതാണ് ഈ ഫോം 2n ഫാക്ടോറിയൽ ബൈ n minus k ഫാക്ടോറിയൽ. ഇപ്പോൾ ഇവിടെ കിട്ടിയ ടൈം. ഓക്കെ, n minus k ഫാക്ടോറിയൽ 2n minus 2k ഫാക്ടോറിയൽ 2 raised to k n ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ x raised to n minus k നമ്മൾ അങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ -1 raised to k അതിലുണ്ട്, നമ്മളിപ്പോൾ കിട്ടിയ ടൈംസ് ഒക്കെ എഴുതിയിട്ട് coefficient of x raised to n minus 2k എഴുതി. എന്നിട്ട് നമ്മളതിനെ റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു n ഫാക്ടോറിയൽ നമുക്ക് n ഫാക്ടോറിയൽ സ്ക്വയറിന് എഴുതാം. 2n minus 2k ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്, 2 raised to k ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതാൻ നമുക്കറിയാം, ഇതിൻ്റെ ഔട്ട് സൈഡിലുള്ള ടൈം നമ്മളുണ്ടായിരുന്നു, അതെല്ലാം കൂടി ചെയ്തിട്ടാണ് നമ്മളത് എഴുതുന്നത്. ഔട്ട് സൈഡിലുള്ള ടൈം ഏതായിരുന്നു, 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ 2 raised to n എന്നുള്ള ടൈം ഇതിൻ്റെ കൂടെ ഉണ്ട്. അതെല്ലാം കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ 2n ഫാക്ടോറിയൽ n minus k അതങ്ങനെ അറേഞ്ച് ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ വന്നു, ക്യാൻസൽ ചെയ്യാനൊക്കെ ക്യാൻസൽ ചെയ്തപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ വന്നു, ഏത് കോഎഫിഷ്യന്റ് ഓഫ് x raised to n minus 2k. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ട് നമ്മൾ സമ്മേഷൻ എഴുതാൻ പോവുകയാണ്. Pn of x എന്നുള്ള ടൈം എഴുതാൻ പോവുകയാണ് ഈ ഒരു സമ്മേഷൻ വെച്ചിട്ട്. ഇത്രയും ടൈംസ് അതിൽ വരും. ഓക്കെ, അപ്പോൾ Pn of x എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഐദർ ഈവൺ ഓർ ഓഡ് എന്നാണ്. ഒന്നുമില്ലെങ്കിൽ x² x raised to 4 x raised to 6 അങ്ങനെ വരിക, അല്ലെങ്കിൽ x ക്യൂബ് എക്സെട്ര. അപ്പോൾ സമ്മേഷൻ നമുക്കറിയാം x² എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിനും x² കൂടി വരുന്നത് x² ആണ്, x ക്യൂബിനും x raised to 4 കൂടി ടൈം വരുന്നത് x raised to 4. അങ്ങനെ x ക്യൂബിൻ്റെ ടൈം ഇല്ല. അപ്പോൾ നമ്മളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ k = 0 to n/2 എന്നാണ്. അപ്പോൾ k = 0, ഇപ്പോൾ k 4 ആണെങ്കിൽ n4 ആണെങ്കിൽ k = 0. n4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ x raised to 4 - 2k ആണ് വരിക അല്ലേ, x. അപ്പോൾ നമുക്ക് അവിടെ 2 ടൈമേ പാടുള്ളൂ. n 4 ആണെന്ന് വെച്ചാൽ അത് എത്ര ടൈം അവിടെ പാടുള്ളൂ,
2 ടൈംസേ പാടുള്ളൂ. കാരണം എന്താണ്, ഐദർ ഈവൺ ഓർ ഓഡാണ്. അല്ലാതെ n = 0 1 2 3 4 അത്രയും ടൈംസ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ n = 4 ആകുമ്പോൾ നമുക്ക് അവിടെ 2 ടൈമേ പാടുള്ളൂ. അപ്പോൾ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം k = 0 to n/2 എന്ന് പറയുമ്പോൾ 1/2ലും 2/2ലും ഒരു ടൈം വരും, 3/2ലും 4/2ലും അടുത്ത ടൈം വരും. ഓക്കെ, 3/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, അത് 1 തന്നെയാണ്. അപ്പോൾ 4/2 അടുത്ത ടൈം 2 വരുള്ളൂ. അപ്പോൾ 2 ടൈം വരുള്ളൂ. അതിനാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ n/2 യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ എഴുതി -1 k 2n - 2k ഫാക്ടോറിയൽ ബൈ 2n k ഫാക്ടോറിയൽ n - k ഫാക്ടോറിയൽ ഇൻറ്റു n - 2k ഫാക്ടോറിയൽ x⁻n - 2k എന്ന് എഴുതി നമ്മൾ അതിനെ ആ ഫോർമാറ്റിൽ എഴുതി. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എഴുതി k = 0 to n, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ടൈമൊക്കെ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ദെർഫോർ Pn of x എന്ത് വന്നു, k = 0 to n/2 -1 k 2n k ഫാക്ടോറിയൽ n - k ഫാക്ടോറിയൽ 2n - 2k ഫാക്ടോറിയൽ ബൈ n - 2k ഫാക്ടോറിയൽ x⁻n - 2k. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ -1 k 2n k ഫാക്ടോറിയൽ n - k ഫാക്ടോറിയലിന് അവിടെ നിർത്തി. അടുത്ത ടൈം നോക്കൂ, 2n - 2k ഫാക്ടോറിയൽ ബൈ n - 2k ഫാക്ടോറിയൽ x⁻n - 2k. നമുക്കറിയാം x⁻n - 2kയുടെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ, n - 2k x⁻n - 2k - 1. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴോ n - 2k n - 2k - 1 x⁻n - 2k - 2. അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ എക്സെട്ര നമ്മളത് കുറേ ഡെറിവേറ്റീവ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം n - 2k എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് ടൈമില്ല, n - 2k താഴെ ടൈം ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിന് nth ഡെറിവേറ്റീവ് ഒക്കെ എഴുതി, nth ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് n - 2k ഉണ്ട്, അപ്പോൾ n - 2k - 1 ഉണ്ട്, n - 2k - 2 എക്സെട്ര ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടേംസ് ഇല്ല. അത് ഫാക്ടോറിയൽ എഴുതണമെങ്കിൽ അതങ്ങനെ പോയിട്ട് ഏത് വരെ വരികയാണ്, അതൊന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് 2n - 2k വരെ ചെയ്യുന്നുണ്ട്. 2n - 2k ഫാക്ടോറിയൽ മുതൽ അങ്ങനെ താഴേക്ക് വരികയാണ്. 2n - 2k ഫാക്ടോറിയൽ അത് 2n ആണ്, അത് n ആയി, അതങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൽ താഴേക്കുള്ള ടൈം എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ n - 2k ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് എഴുതാം, 2n - 2k ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ ഈ ടൈം കൂടി വരും, n - 2k ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ nth ഡെറിവേറ്റീവ് ഓഫ് എന്ത് വരും, x⁻2n - 2k. പ്രത്യേകം ശ്രദ്ധിക്കുക, x⁻2n - 2kൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ 2n - 2k x⁻2n - 2kൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഏതാ, 2n - 2k x⁻2n - 2k - 1. അതങ്ങനെ അടുത്ത് കുറഞ്ഞ് ഏത് വരെ വരും, n - 2k - 1 വരെ വരും. അപ്പോൾ നമ്മളത് ബാക്കിയുള്ള ടേംസ് എഴുതി. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയും ഇതിൻ്റെ nth ഡെറിവേറ്റീവാണ് ഈ കാണുന്നത്. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഈ ടൈമിലേക്ക് വരും. വീണ്ടും നമ്മളതിനെ റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു എന്താണ്, ഇവിടെ നമ്മളൊന്നുകൂടി റീഅറേഞ്ച് ചെയ്തു 1/2n n ഫാക്ടോറിയൽ അത് നമ്മൾ എഴുതി. nth ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വാല്യൂ അപ്ലൈ ചെയ്തു. ഔട്ട് സൈഡ് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ, ആ ടൈം കൂടി നമ്മളവിടെ കൊടുക്കുകയാണ്. അപ്പോൾ 1/2n n ഫാക്ടോറിയൽ ഇവിടെ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ടൈമൊക്കെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ഇതാ ടൈം ഇതാ Pn of x ഈ ടൈം നമുക്കവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ 2n ഇല്ലേ. ആ ടൈമും കൂടി നമുക്ക് എന്ത് ചെയ്യണം, കാരണം നമ്മൾ ഇതിൻ്റെ കോഫിഷ്യൻ്റാണ് കാണുന്നത്, എന്നിട്ട് സമ്മേഷൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എഴുതിയപ്പോൾ നമ്മൾ ആ ടൈം കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡിനോമിനേറ്റർ 2n n ഫാക്ടോറിയൽ വന്നു ഡിനോമിനേറ്റർ. ഓക്കെ, ന്യൂമറേറ്ററിൽ ആര് വരും, എക്സ്ട്രാ നമ്മൾ നേരത്തെ എഴുതിയ nth ഡെറിവേറ്റീവ് അല്ലാതെ കുറച്ച് ടൈംസും കൂടി വരും. ഓക്കെ, അപ്പോൾ ഇതാ k ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്, നമ്മളത് എഴുതി. അപ്പോൾ 2n n ഫാക്ടോറിയൽ, പിന്നെ അതുപോലെ ന്യൂമറേറ്ററിൽ എന്ത് എഴുതി, ഇത്രയും ടൈംസ് എഴുതി n ഫാക്ടോറിയൽ n - k ഫാക്ടോറിയൽ x⁻2 നിന്ന് എന്ത് ചെയ്യണം, x⁻2n - k ന് 2 ഔട്ട് സൈഡ്, അപ്പോൾ x²n - k - 1/k. ഓക്കെ, അപ്പോൾ നമ്മൾ അത്ര എഴുതി 1/2n
അല്ലെങ്കിൽ നമ്മളത് ആ ടേം ഇവിടെ ടേം നമ്മൾ മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ ഈ ടേം മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോറി, അപ്പോൾ പറഞ്ഞപ്പോൾ ഈ ടേം നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിന് കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഈ സ്റ്റെപ്പ് എന്താ വെച്ചാൽ എന്താണ്, ഇവിടെ ഒരു n ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. n ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1/2n n ഫാക്ടോറിയൽ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. nth ഡെറിവേറ്റീവ് ഓഫ് ബാക്കിയുള്ള ടേംസ് നമ്മൾ ഒന്നിച്ചെടുക്കും. -1 ഉണ്ട് n ഫാക്ടോറിയൽ ബൈ k ഫാക്ടോറിയൽ n - k ഫാക്ടോറിയൽ x² - k. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് n ഫാക്ടോറിയൽ ബൈ n - k ഫാക്ടോറിയൽ. ഈ ടൈം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? n ഫാക്ടോറിയൽ ബൈ k ഫാക്ടോറിയൽ ഇൻറ്റു n - k ഫാക്ടോറിയൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഏതാണ്? NCR എന്നുള്ള ടൈമാണ്. ഓക്കെ, NCR. അപ്പോൾ നമുക്ക് ആ ടൈമിന് മൊത്തത്തിൽ എന്ത് എഴുതാം? n of x equal to 1/2n n ഫാക്ടോറിയൽ nth ഡെറിവേറ്റീവ് സമ്മേഷൻ k equal to 0 to n nck x² - k - x². ഓക്കെ, അപ്പോൾ NCK എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x² - 1 എക്സ്പാൻഷൻ അല്ലേ. NC1 NC2 എക്സെട്ര NCN ആണ്. അപ്പോൾ നമുക്കിതിനെ എഴുതുക. therefore Pn of x equal to 1/2n n ഫാക്ടോറിയൽ ബൈ dn by dx(n) x² - 1 ഈ ഫോർമുലയൊക്കെ പറയുന്ന പേരാണ് റോഡ്രിഗസ് ഫോർമുല. Pn of x equal to 1/2n n ഫാക്ടോറിയൽ dn by dx(n) x² - 1 is called റോഡ്രിഗസ് ഫോർമുല. റോഡ്രിഗസ് ഫോർമുല നമ്മൾ ഏതിൽ നിന്നാണ് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്? ലെജൻഡർ പോളിനോമിയൽ നിന്നാണ് റോഡ്രിഗസ് ഫോർമുല ഇക്വേറ്റ് ചെയ്തത്. നോക്കൂ, അതിൻ്റെ ഗ്രാഫാണ്. നമ്മൾ P1 ഓഫ് ഇവിടെ P0 ഓഫ് എക്സ് എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 0th ഡെറിവേറ്റീവ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ത് വരും? ഇവിടെ P0 ഓഫ് എക്സ് അത് സ്ട്രൈറ്റ് ലൈൻ വന്നു. അടുത്തത് P1 ഓഫ് എക്സ്. P0 ഓഫ് എക്സ് നമ്മളിവിടെ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് P1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് വരിക. എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 2n 2/1 n ഫാക്ടോറിയൽ 1 ഫാക്ടോറിയൽ. അപ്പോൾ ടൈം എന്താ വരിക? 1/2. അപ്പോൾ n = 1 then 1/2 ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് x² - 1 എന്ന് പറയുമ്പോൾ x² - 1 എന്ന് വരും. അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 2x. അപ്പോൾ ടൈം എന്താ വരുന്നത്? എക്സ് മാത്രമേ വരുന്നു. അപ്പോൾ Pn of x P1 of x എന്ന് പറഞ്ഞാൽ y = x ആണ്. Pn of x = x. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നോക്കൂ. y = x എന്നുള്ള ഗ്രാഫ് ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളത് n = 2 കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കൂ. n = 2 ആകുമ്പോൾ എന്ത് വരും? P2 of x എന്താണ്? 1/2² എന്നാൽ 1/4 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് അല്ലേ. x² - 1² ഡെറിവേറ്റീവ്. x² - 1² ഡെറിവേറ്റീവ് എന്താ? 2 ഇൻറ്റു x² - 1 ഇൻറ്റു 2x വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 4 × 2 8 ഉണ്ട്. ന്യൂമറേറ്ററിൽ എന്താണ്? 2 × 2 4. ഈ 4 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്താ ബാക്കി? എന്താ ഉള്ളത്? 1/2 x ഇൻറ്റു x² - 1 അല്ലേ. 1/2 ഇൻറ്റു x ഇൻറ്റു x² - 1. അപ്പോൾ എന്താ വരുന്നത്? x³ - x ആണ്. x³ - x/2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം y = x കിട്ടി. അടുത്തത് നോക്കൂ, അടുത്തത് x³ നേരത്തെ പറഞ്ഞു എന്താണ്? ഐദർ ഈവൺ ഓർ ഓഡ് x² x⁴ അങ്ങനെ വരും, അല്ലെങ്കിൽ x³ എന്ന് വരും. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടൈം അങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കുക, P1 of x P0 of x 1 ആണ്. P1 of x ഉണ്ടോ? ഒരു P2 of x എന്താ വരുന്നത്? 1/2 ഇൻറ്റു 3x² - 1. അടുത്ത് P3 of x 1/2 ഇൻറ്റു 5x³ - 3x. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്താണ്? P2 of x അറിയുമ്പോൾ എന്ത് വരിക? P2 of x x² - 1 സ്ക്വയർ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് വരിക. ശരിയാണ്. അപ്പോൾ x² ടൈമേ വരുള്ളൂ അല്ലേ. x² - 1 അറിയുമ്പോൾ x² - 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ
നമ്മളതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നു. അപ്പോൾ നമുക്ക് Pt of x ഈക്വൽ ടു ഇത് വരും 1/2 × 3x² - 1. അടുത്ത P3 of x നോക്കൂ. P3 of x എന്നാൽ 5x³ - 3x. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ x ആണ്. ഈ x² കഴിഞ്ഞാൽ പിന്നെ എക്സിൻ്റെ ടൈം ഇല്ല. ഇത് നോക്കൂ 5x³ കഴിഞ്ഞാൽ പിന്നെ 3x ആണ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ സീരീസ് പോകുന്നത്. അപ്പോൾ അടുത്ത് 5x അത് റൈസ് ടു 4 ആകുമ്പോൾ പിന്നെ x² ടൈമാണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. റൈസ് ടു 5 ആകുമ്പോൾ പിന്നെ x³ എക്സിൻ്റെ ടൈം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ തരത്തിൽ വരുന്ന പോളിനോമിയൽ നമ്മളെന്ത് പറയും? ലെജൻഡർ പോളിനോമിയൽ. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ Pn of x അല്ലെങ്കിൽ ഈ റോഡ്രിഗസ് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് P0, P1, P2 എക്സെട്ര കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഗ്രാഫ് P1, P2 എക്സെട്ര Pn. ഓക്കെ, താങ്ക് യു.